നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന NH66 വീഡിയോ ആണ്. കേട്ടോ, ഒരാൾ ചാടിക്കടക്കുന്നതിനാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. എന്താ വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണണം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെ NH66 എല്ലാ വർക്കുകളും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല. വളരെയധികം കേടാണ്. ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈറ്റുള്ള ഭാഗങ്ങളാണ് അവർ സെറ്റ് ചെയ്തത്. അത് തന്നെ ആൾക്കാർ ചെറിയ കോണി അല്ല കല്ലൊക്കെ കൊണ്ടുവച്ചിട്ട് ആ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടുന്ന് അപ്പുറത്ത് കിടക്കണതിന് അത്യാവശ്യം ദൂരം വേറെ വഴിക്ക് നടന്നു പോകണമെങ്കിൽ പോകാൻ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യണം, എല്ലാവരും ഇവിടുന്ന് എങ്ങനെയാലും ഒരു ചെറിയ കോണിയൊക്കെ കയറ്റി വെച്ചിട്ട് അതുമൊക്കെ കയറിയിട്ട് അങ്ങോട്ട് കയറിയിട്ട് അത് അവിടെ നിന്ന് അങ്ങോട്ട് കിടക്കും. അപ്പോൾ ഇതൊക്കെ വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ റോഡ് പണി കഴിയാത്ത കാരണം ആർക്കും അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു കാരണവശാൽ വണ്ടികളുടെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ 50ഉം 80ഒക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം കുറച്ച് കഴിഞ്ഞാൽ 100ഉം 120 ആവും. ഈ 100 120 ആവുന്ന ആ സ്പീഡിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത്രയും സ്പീഡിൽ വന്ന് നമ്മളെ ആക്സിഡൻറ്റ് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണം. കാരണം വെച്ചാൽ നമ്മളത് ആള് ചാടി കിടക്കുന്നത് നമ്മൾ കണ്ടപ്പോഴേ ഭയങ്കരമായിട്ട് എനിക്ക് ഒരു ഇത് തോന്നി. കാരണം വെച്ചാൽ ഒരുപാട് ഞാൻ അങ്ങനെ വരുന്ന വഴിക്ക് ഇതേപോലെ കുറേ ആൾക്കാർ ഇതിൻ്റെ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇറങ്ങണതും ഇതൊക്കെ ഞാൻ കണ്ടു. പിന്നെ സർവീസ് റോഡുകളൊക്കെ വർക്ക് കുറേയൊക്കെ കഴിഞ്ഞിട്ടില്ല, കുറേ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരുപാട് വർക്ക് കഴിയാത്ത കാരണം ഓപ്പോസിറ്റ് വണ്ടികൾ നമ്മളെ സൈഡിലേക്ക് വരും. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടികൾ വരുമ്പോൾ അതും ഭയങ്കര പ്രശ്നമാണ്. ഈ സർവീസ് റോഡിൽ നിന്ന് ഉള്ളിൽ നിന്ന് വണ്ടികൾ കയറി വരുന്നുണ്ട്. നമ്മൾ വളരെ ഇപ്പോഴത്തെ സമയത്ത് പോലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. കണ്ടില്ല, ആൾക്കാർ നടന്നു പോകുന്നതും അതുപോലെ റോഡിൽ നിന്ന് ഇവിടെ വർക്ക് കഴിയാത്ത സ്ഥലങ്ങളിൽ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്നതും ഒക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഇനിയൊരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഒരിക്കലും നടക്കില്ല. അപ്പോൾ ആ നടക്കണതിൻ്റെ മുന്നേ തന്നെ ഈ ഒരു വിഷയത്തിൻ്റെ മുകളിൽ നമ്മൾ ഇപ്പം തന്നെ ശ്രദ്ധ പുലർത്തുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ സർവീസ് റോഡിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചില വലിയ കുഴികളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ ചെറിയ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും നൈറ്റിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചോളണമെന്നില്ല. നമ്മൾ പെട്ടെന്ന് ഒരു സമയം നമുക്ക് കണ്ണ് ചിലപ്പോൾ ഒന്ന് ഇതായി മതി, അപ്പോഴത്തേന് നമ്മളവിടെ വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചോളും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. പിന്നെ റോഡിൻ്റെ ഒരുവിധം വർക്കുകളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത് തന്നെ നമുക്ക് റോഡ് ഓപ്പണായി കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഈ റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ നിസ്സാര സമയം മതി. കാരണം വെച്ചാൽ കോഴിക്കോടൊക്കെ നമുക്ക് 1-2 മണിക്കൂറിനുള്ളിൽ നമുക്ക് കോഴിക്കോട് പാർപ്പിച്ചെത്തിക്കാം. കാരണം വെച്ചാൽ ഇപ്പോൾ തന്നെ അത്യാവശ്യം ദൂരം വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് നമ്മൾ ചാവക്കാട് ഭാഗങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്. ഇവിടെ കുറേ വർക്കുകളും സർവീസ് റോഡിൻ്റെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ തുറന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ വർക്ക് ഇങ്ങനെ കഴിഞ്ഞ് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.